വെടിനിർത്തൽ പ്രതീക്ഷ മങ്ങുന്നതിനിടെ അവശേഷിക്കുന്ന ബന്ദികളിൽ ഒരാളെ ഇസ്രായേൽ സേന മോചിപ്പിച്ചു. തെക്കൻ ഗസയിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിലെ തുരങ്കത്തിൽ നിന്നാണ് ഖയീദ് ഫർഹാൻ അൽ ഖാദിയെ രക്ഷപ്പെടുത്തിയത്. ഇസ്രായേൽ സേനയും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ നീക്കത്തിലൂടെയാണ് മോചനം. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചു. ബാക്കിയുള്ള ബന്ദികളും വീടണയും വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തി. ബന്ദികളാക്കിയവരിൽ 108 പേർ ഇനിയും ഗാസയിൽ ശേഷിക്കുന്നതായാണ് കണക്കുകൾ. ആകെ 251 പേരെയാണ് ഹമാസ് അന്ന് ബന്ദികളാക്കി ഗാസയിൽ കൊണ്ടുവന്നത്. 36 പേർ മരിച്ചെന്നാണ് കണക്കുകൾ. ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് പറയുന്നു. ഇതിനിടെ മധ്യ ഗാസയിലെ ദെയർ അൽബലയിലും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുമായി ഇസ്രായേൽ ആക്രമണങ്ങളിൽ 22 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ സെയ്തൂണിൽ 3 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂനിസിൽ ആക്രമണമുണ്ടായ വീട്ടിൽ നിന്ന് 6 പേരുടെ മൃതദേഹം കണ്ടെടുത്തതായി ഗാസ അധികൃതർ പറഞ്ഞു. പരിക്കേറ്റ 7 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതുവരെ 40,476 പാലസ്തീൻകാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 93,647 പേർക്ക് പരിക്കേറ്റു. തെക്കൻ മധ്യ ഗാസ മേഖലകളിൽ ഹമാസിനെതിരെ പോരാടാനായി പലസ്തീൻകാരെ ഇസ്രായേൽ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. പലരും കടൽക്കരയിൽ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമാണ്. ഇതേസമയം കൈറോയിലെ ചർച്ചകൾ തുടരുകയാണെന്ന് US ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കേർബി പറഞ്ഞു. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഐക്യമുണ്ടാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവയിലൊന്ന് ഗാസയിലെ 2 സുപ്രധാന ഇടനാഴികളുടെ നിയന്ത്രണാവകാശം സംബന്ധിച്ചുള്ള തർക്കമാണ്. ഇതിനിടെ ചെങ്കടലിൽ കഴിഞ്ഞ 23-ന് ഹൂതി ആക്രമണത്തിനിരയായ ഗ്രീക്ക് എണ്ണക്കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാനായിട്ടില്ല. 150,000 ടൺ ക്രൂഡ് ഓയിലാണ് കപ്പലിലുള്ളത്.